ഒരു സ്നേഹസംഘാതം കേരള ലത്തീൻ സഭയിൽ വിടരും ഏകോപര സംസ്കാരം. ഐക്യത്തിൻ ധ്വനിയായി ഉയരുന്നു കാഹളം, ഏവരും ഒരുമയിൽ ചേരാൻ. നവലോക നിർമ്മിതി ലക്ഷ്യം വയ്ക്കാം, പുതുയുഗ സ്വപ്നങ്ങൾ കാണാം. ഒന്നിച്ചു ധീരമായി കർമ്മങ്ങൾ ചെയ്യാം, വിജയത്തിലേക്ക് കുതിക്കാം. അവകാശം നേടാൻ ലത്തീൻ കത്തോലിക്ക സഹോദരരെ, കേരളത്തിൽ 11 ലത്തീൻ കത്തോലിക്ക രൂപതകളുണ്ട്. ഈ രൂപതകളിലെ അംഗങ്ങളെല്ലാവരും ലത്തീൻ കത്തോലിക്കർ എന്നാണ് രേഖകളിലും അറിയപ്പെടേണ്ടത്. അറിയപ്പെടുന്നതും അങ്ങനെ തന്നെയാണ്. കേരളത്തിലെ 20 ലക്ഷത്തിലധികം വരുന്ന ലത്തീൻ കത്തോലിക്കർ ഒരു സഭയാണെന്നും ഒരു സമുദായമാണെന്നും ഒരു സമൂഹമാണെന്നും ഉറക്കെ പ്രഖ്യാപിക്കുന്ന പല സംഭവങ്ങളും ഈ കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ലത്തീൻ കത്തോലിക്കർ പറയപ്പെടാൻ പാടില്ല, അറിയപ്പെടാൻ പാടില്ല, രേഖപ്പെടുത്താൻ പാടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടും പ്രചരണം നടത്തിക്കൊണ്ടും ലത്തീൻ കത്തോലിക്കരെ അപമാനിക്കാനും അവഹേളിക്കാനും പല സാമൂഹ്യ ദ്രോഹികളും ഈ കഴിഞ്ഞ നാളുകളിൽ രംഗപ്രവേശം ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് അറിവുള്ളതാണ്. അതിലെ ഒരു സംഭവമാണ് ഇന്നലെ വൈകുന്നേരം നെയ്യാറ്റിൻകര ബിഷപ്സ് ഹൗസിൻ്റെ മുൻപിൽ ഒരു കൂട്ടം സാമൂഹ്യദ്രോഹികൾ ധർണ നടത്തിയതും റാലി നടത്തിയതും ലത്തീൻ കത്തോലിക്കരെ അപമാനിക്കുന്ന വിധം, അവഹേളിക്കുന്ന വിധം പ്രസംഗിച്ചതും മുദ്രാവാക്യങ്ങൾ വിളിച്ചതും. അതിനെ നാം ശക്തിയുക്തം എതിർക്കുന്നു, അതിനെ നാം ശക്തിയുക്തം വെല്ലുവിളിക്കുന്നു. നമ്മുടെ അവകാശങ്ങളും നമ്മുടെ പ്രത്യേക ആനുകൂല്യങ്ങളും നിലനിർത്താൻ വേണ്ടിയുള്ള നമ്മുടെ പരിശ്രമങ്ങളിൽ നമ്മെ കുറ്റം പറയുന്നവരും അവഹേളിക്കുന്നവരും സാമൂഹ്യദ്രോഹികൾ തന്നെയാണ്. അതിനാൽ നാം ഒരിക്കൽ കൂടി പരസ്യമായി അണിനിരക്കേണ്ടിയിരിക്കുന്നു. നാം നമ്മുടെ അവകാശങ്ങൾക്ക് വേണ്ടി ശക്തമായി നിലകൊള്ളണം. അവകാശങ്ങൾക്ക് വേണ്ടി നാം വാദിക്കണം. നാം എപ്പോഴും ഒരേ ഐക്യബോധ്യത്തോടെ മുന്നോട്ട് പോകണം. ഒരു സ്നേഹസംഘാതം കേരള ലത്തീൻ സഭയിൽ വിടരും ഏകോപര സംസ്കാരം. ഐക്യത്തിൻ ധ്വനിയായി ഉയരുന്നു കാഹളം, ഏവരും ഒരുമയിൽ ചേരാൻ. നവലോക നിർമ്മിതി ലക്ഷ്യം വയ്ക്കാം, പുതുയുഗ സ്വപ്നങ്ങൾ കാണാം. ഒന്നിച്ചു ധീരമായി കർമ്മങ്ങൾ ചെയ്യാം, വിജയത്തിലേക്ക് കുതിക്കാം. അവകാശം നേടാൻ കൈകൾ കോർക്കാം, സാമൂഹ്യ നീതിക്കു പടനയിക്കാം. സത്യവും ശാന്തിയും വിശ്വാസധൈര്യവും നമ്മെ ജ്വലിക്കട്ടെ അഗ്നിയായി, നമ്മെ ജ്വലിക്കട്ടെ അഗ്നിയായി, നമ്മെ ജ്വലിക്കട്ടെ അഗ്നിയായി. സ്നേഹസംഘാതം കേരള ലത്തീൻ സഭയിൽ വിടരും ഏകോപര സംസ്കാരം. ഐക്യത്തിൻ ധ്വനിയ
ധ്വനിയായി ഉയരുന്നു കാഹളം ഏവരും ഒരുമയിൽ ചേരാൻ. നവലോക നിർമ്മിതി ലക്ഷ്യം വയ്ക്കാം, പുതുയുഗ സ്വപ്നങ്ങൾ കാണാം. ഒന്നിച്ചു ധീരമായി കർമ്മങ്ങൾ ചെയ്യാം, വിജയത്തിലേക്ക് കുതിക്കാം. അവകാശം നേടാൻ കൈകൾ കോർക്കാം, സാമൂഹ്യനീതിക്കു പട നയിക്കാം. സത്യവും ശാന്തിയും